ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ എൻ്റെ ഹെയർ കേൾ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുമ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് കേൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കറക്റ്റായിട്ടുള്ള രീതി എന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കേളപ്പിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബി ബ്ലെൻഡിൻ്റെ ഹെയർ ഷാമ്പൂവും കണ്ടീഷണറും പിന്നെ അരാത്തേൻ്റെ ക്രീമും ജെല്ലുമാണ്. അത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന സാധനമാണ്. ഇപ്പം നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾക്ക് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാൻ താല്പര്യമില്ല, പക്ഷേ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബി ബ്ലെൻഡ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. രണ്ടും തമ്മിൽ എനിക്ക് തോന്നിയ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ബി ബ്ലെൻഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും, പക്ഷെ കേളപ്പിന് ആ ഒരു ഹെവിനെസ് ഇല്ല. ബി ബ്ലെൻഡ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തോ ഹെയറിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു ഫീല് വരും. പക്ഷെ കേളപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീലില്ല. നമ്മുടെ സാധാ ഹെയർ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലുക്സ് എല്ലാം എനിക്ക് ഒരുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത എൻ്റെ ഹെയർ ആണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റായിട്ടുള്ള ഹെയറിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യും. അതിനുശേഷം ഓരോ സ്ട്രാൻഡ് ഓഫ് ഹെയർ ആയിട്ട് വിരൽ വെച്ച് വീഡിയോ കാണുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു മടി കാരണം ഞാൻ ഫുൾ മുടി ഇങ്ങനെ ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി ഫ്രണ്ടിലെ കുറച്ച് മുടി മാത്രം ചെയ്തിട്ട് ബാക്കി ഞാൻ സ്ക്രഞ്ച് ചെയ്യാണ് ചെയ്തത്. കേൾസ് കുറെ കൂടെ ഡിഫൈൻ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ട്രാൻഡ്സും ഇതുപോലെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം സ്ക്രഞ്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഇത്, പക്ഷെ ഞാനന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് വിട്ടുപോയി. അതിനുശേഷം ഇതുപോലെ ഒരു മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്ത് ഹെയർ കെട്ടി വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈക്രോ ഫൈബർ ടവൽ ഇല്ലെങ്കിൽ പഴയ ബനിയൻ യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു 80% മുടി ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ മാത്രം 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്യുക. ഇത് ചെയ്തില്ല എങ്കിൽ ഡ്രൈ ആകുമ്പോഴത്തേക്കും ഫ്രണ്ട് പോർഷൻ ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാനിത് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യാറ്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ മുടി സെറ്റാവും. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു മോയ്സ്ചർ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ജെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ രാത്തേൻ്റെ ഒരു ജെല്ലുണ്ട്, അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തിട്ടാണ് പോയത്. കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഹെയറിൽ കോമ്പ് യൂസ് ചെയ്യാനേ പാടില്ല. ഹെയർ കുറച്ചുകൂടെ സെറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ വെള്ളം യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും മുടി തൊടുന്നത് മുടിയെ ഫ്രഷ് ആക്കും. എൻ്റെ ഈ ഒരു കേളി മുടി കൊള്ളാന്ന് പറയുന്നവരും ഉണ്ട്, കൊള്ളൂലാന്ന് പറയുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കാര്യം പറയുക. അടുത്ത വീഡിയോ കാണാം. ബൈ.